Good morning, my dears. This is Dizon Hybrid Campus. I am your English faculty, Akshaya Ajish. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പോമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ. ദ നെയിം ഈസ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ തോമസ് ഗ്രേ. തോമസ് ഗ്രേ എഴുതിയിട്ടുള്ള എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോമസ് ഗ്രേ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരൻ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയം റൈറ്റർ ആണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒട്ടുമിക്ക കവിതകളും അദ്ദേഹത്തിന്റെ എലജിയാണ്. എന്താണ് എലജി? വാട്ട് ഈസ് എലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലാപ കാവ്യമാണ്. എലജി ഈസ് എ സാഡ് പോയം. ഒരു വിലാപ കാവ്യമാണ് എലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കുകളിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള എലിജികൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തോമസ് ഗ്രേ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുമ്പോൾ, ഒരു നാട്ടിൻപുറത്തെ ചർച്ച് യാർഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് അദ്ദേഹം ഒരു എലിജി, ഒരു വിലാപ കാവ്യം എഴുതുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഒരു സെമിത്തേരിയുടെ സൈഡില്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പള്ളി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു പീസ്, അല്ലെ, ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് തോന്നും, അല്ലെ? ഒരു അടിപൊളി ഫീലിംഗ് അല്ലല്ലോ നമുക്ക് അപ്പൊ തോന്നുക, അല്ലെ? അപ്പോൾ അദ്ദേഹം ഒരു കൺട്രി ചർച്ച് യാർഡിൽ ഇരുന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, ഒരു എലിജി, ഒരു വിലാപ കാവ്യം എഴുതുകയാണ്. അപ്പൊ ആ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കവിതയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് ആളുകളുടെ, ഇപ്പൊ പള്ളിയുടെ സൈഡിൽ സെമിത്തേരികൾ ഉണ്ടാവല്ലോ, ആ സെമിത്തേരിയിലുള്ള ഒരുപാട് ബറിയൽസ് അദ്ദേഹം ഇങ്ങനെ കാണുന്നു. അപ്പൊ ഈ ബറിയൽസ് ഒക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫീലിംഗ് തോന്നുകയാണ്. എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു പൂവൻ കോഴിക്കും ഇനി അവരെ കൂകി ഉണർത്താൻ കഴിയില്ല. അവരെല്ലാവരും ഡീപ്പ് സ്ലീപ്പിലാണ് എന്നാണ് പറയുന്നത്. അവരെല്ലാവരും നല്ല ഒരു ഉറക്കത്തിലാണ് എന്നതാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. ആ മണ്ണിനടിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഗ്രേവിനകത്ത് കിടക്കുന്ന ആളുകളൊക്കെ ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് എന്നതാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനോ അവരുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഒരു പൂവൻ കോഴികൾക്കോ അവരെ ഇനി കൂകി ഉണർത്താൻ കഴിയുകയില്ല. ഭൂമിയിൽ എന്ത് പ്രതിഭാസങ്ങൾ വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ഇനി ഒരു ജീവിതമില്ല, അവർക്ക് ഇനി അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകളായിരിക്കും, വളരെ പാവപ്പെട്ട ഈ ഗ്രാമത്തിലുള്ള, ആ കർഷക ഗ്രാമമാണത്, ആ ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകരുടെ ഗ്രേവ് യാർഡ്സുകളാണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഒരുപാട് ആളുകൾ, ആ ബെറിയലിനകത്ത് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കഴിവുകളുള്ള ഒത്തിരി ആളുകൾ അതിനകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ അവർക്കൊന്നും അവരുടെ സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അറിയപ്പെടാൻ, ഒരു പ്രശസ്തി നേടാൻ കഴിയാതെ പോയ ആളുകളായിരിക്കാം എന്ന് പറയുന്നു. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് പെയിന്റിങ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവാം, പാടാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവാം, അഭിനയിക്കാൻ കഴിയുന്നവരുണ്ടാവാം, വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാവാം. ഇവർക്കൊന്നും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ കാരണം നമ്മുടെ പോയിറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ സാഹചര്യങ്ങൾ. കാരണം സമൂഹത്തിലെ പാവപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവരെ അടിച്ചമർത്തൽ കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പല പക്ഷികളും രാവിലെ ഭക്ഷണം അന്വേഷിച്ചു പോയ പക്ഷികളൊക്കെ തിരിച്ച് കൂട്ടിലേക്ക് വരുന്നത് അദ്ദേഹം കാണുന്നു. കാരണം അദ്ദേഹം പറയണത് അവരുടെ കുഞ്ഞുങ്ങൾ അവരെ കാത്ത് ഇരിക്കുന്നുണ്ടാവാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ നാട്ടിലെ കർഷകരുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം അവരയിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട്, ഒരുപാട് അത്രയും കഴിവുകളുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർക്കൊന്നും അതവർക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ ഗ്രേവ് യാർഡിന്റെ പുറത്ത് കുറെ പുല്ലുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അത് അവരുടെ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ, ആ ഗ്രേവ് യാർഡിനകത്തും വെച്ചാൽ മരിക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ ചിലപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയ ആളുകളായിരിക്കാം. അതിൻ്റെതായിട്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ പുല്ലുകളൊക്കെ മുളച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു.
വളരെ ഒരു വിലാപമായിട്ടെന്ന് വെച്ചാൽ വളരെ എന്താ പറയാ, അവരുടെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും കാണാൻ, കാരണം മരണത്തിന്റെ ഒരു റിയൽ ഫേസ് നമുക്ക് അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് മരണം എന്ന് പറയുന്നത് എല്ലാവരിലും സംഭവിക്കുന്നതാണ് എങ്കിൽ പോലും മരണം എന്ന് പറയുന്നതിന്റെ ഒരു ക്രൂവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ഒരു റിയൽ ഫേസ് നമുക്ക് അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം, ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ്. എലജിയാണ്. എലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപ കാവ്യമാണ്. അദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഒട്ടുമിക്ക വർക്കുകളും എന്താണ്, സച്ച് ടൈപ്പ് ഓഫ് എലജി എന്ന് വെച്ചാൽ വിലാപ കാവ്യങ്ങളാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന തോമസ് ഗ്രേ എഴുതിയിട്ടുള്ള ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.